ഫോമയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബേബി മണക്കുന്നിലിന്റെ നേതൃത്വത്തിലുള്ള ഫോമ യുണൈറ്റഡ് ന്യൂയോർക്കിൽ പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ന്യൂയോർക്ക് ചാപ്റ്റർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഫോമ യുണൈറ്റഡിന്റെ 2024-26 പ്രകടന പത്രികയുടെ പ്രകാശനവും നടത്തപ്പെട്ടു. പ്രസിഡന്റ് സ്ഥാനാർത്ഥി ബേബി മണക്കുന്നിലിനെ കൂടാതെ ഫോമ സെക്രട്ടറിയായി മത്സരിക്കുന്ന ബൈജു വർഗീസ്, ട്രഷറർ സ്ഥാനാർത്ഥി സിജിൽ പാലക്കലോടി, വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഷാലു പുന്നൂസ്, ജോയിന്റ് സെക്രട്ടറി പോൾ ജോസ്, ജോയിന്റ് ട്രഷറർ അനുപമ കൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് ന്യൂയോർക്ക് ചാപ്റ്റർ പ്രസിഡന്റ് ഷോളി കുമ്പളവേലി സ്വാഗതം ആശംസിച്ചു. ജോസ് കടാപ്പുറം, കൈരളി TV USA, സജി എബ്രഹാം, ജേക്കബ് മാനുവേൽ തുടങ്ങിയവരും പങ്കെടുക്കുകയുണ്ടായി. ടീം യുണൈറ്റഡ് ആണ്. അവരുടെ സ്ഥാനാർത്ഥികളായ പ്രസിഡന്റ് കാൻഡിഡേറ്റ് മിസ്റ്റർ ബേബി മണക്കുന്നിൽ, അതുപോലെ സെക്രട്ടറി കാൻഡിഡേറ്റ് ബൈജു വർഗീസ്, ട്രഷറർ കാൻഡിഡേറ്റ് സിജിൽ പാലക്കലോടി, വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ഷാലു പുന്നോസ്, ജോയിന്റ് സെക്രട്ടറി കാൻഡിഡേറ്റ് പോൾ ജോസ് ആൻഡ് ജോയിന്റ് ട്രഷറർ കാൻഡിഡേറ്റ് അനുപമ കൃഷ്ണൻ എന്നിവരാണ് ഈ പ്രസ് മീറ്റിൽ സംബന്ധിക്കുന്നത്. ഈ പ്രസ് മീറ്റ് തുടങ്ങുന്നതിനായിട്ട് ഞാൻ ബേബി മണക്കുന്നതിനെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം ഫോമയുടെ 8ാമത് കൺവെൻഷൻ അടുത്ത ആഗസ്റ്റ് മാസം 8, 9, 10, 11 തീയതികളിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ നടക്കുമ്പോൾ 9-ാം തീയതി അടുത്ത 2 വർഷത്തേക്കുള്ള എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കുകയാണ്. ആ എക്സിക്യൂട്ടീവിൽ പ്രസിഡന്റായിട്ട് ഞാൻ മത്സരിക്കുന്നു. എന്തുകൊണ്ട് ഞാൻ മത്സരിക്കുന്നു എന്ന് ചോദിച്ചാൽ 2008 ഫോമ ഹൂസ്റ്റണിൽ ആരംഭിച്ചു. അതിനുശേഷം ഇന്ന് വരെ ഫോമയുടെ എല്ലാ പ്രവർത്തനത്തിലും ഞാൻ സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ട് നടന്ന കൺവെൻഷൻ 2008 ഹൂസ്റ്റണിൽ വെച്ച് നടന്നു. ആ കൺവെൻഷൻ ചെയർമാനായി പ്രവർത്തിക്കുവാനും ആ കൺവെൻഷൻ വളരെയധികം ഭംഗിയാക്കുവാനും എനിക്ക് സാധിച്ചു. സംഘടനകളുടെ സംഘടനയായി നമ്മുടെ ഫോമയെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. വീണ്ടും മുമ്പോട്ടുള്ള കാലഘട്ടങ്ങളിൽ സംഘടനയെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഞങ്ങൾ മത്സരിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരെയും വിജയിപ്പിക്കണമെന്നാണ് നിങ്ങളോട് പറയുന്നത്. ഞങ്ങളുടെ മുമ്പോട്ടുള്ള പ്രവർത്തനത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരം, ഞങ്ങളുടെ ആശംസകൾ ഞങ്ങൾ സ്വീകരിക്കുന്നു. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക. അതോടൊപ്പം തന്നെ ഈ സംഘടനയ്ക്ക് വേണ്ടി ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് മാത്രം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമസ്കാരം, ഞാൻ ബൈജു വർഗീസ്. ടീം ഫോമ യുണൈറ്റഡിൻ്റെ ബേബി മണക്കുന്നിലെ പാനലിൽ ടീം ഫോമ യുണൈറ്റഡിൻ്റെ 2024-26 കാലഘട്ടത്തിലേക്ക് ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്നു. ഞാൻ ന്യൂജേഴ്സിയിൽ നിന്നാണ്. ന്യൂജേഴ്സിയിലെ കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്. 2024-26 കാലഘട്ടത്തിൽ ടീം യുണൈറ്റഡ് നേതൃത്വത്തിൽ ബേബി മണക്കുന്നിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ടീം 6 പേരും ഒരേപോലെ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച് ഫോമയുടെ നേതൃസ്ഥാനത്ത് അടുത്ത 2 വർഷക്കാലം നിങ്ങളോടൊപ്പം, നോർത്ത് അമേരിക്കയിലെ മലയാളികളോടൊപ്പം പ്രവർത്തിക്കാൻ മുന്നിൽ തന്നെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു. ഒരിക്കൽ കൂടി ഞാൻ ബൈജു വർഗീസ്, ഫോമ ജനറൽ സെക്രട്ടറി കാൻഡിഡേറ്റ്. താങ്ക് യു. ഞാൻ സിജിൽ പാലക്കലോടി. ഞാൻ സാക്രമെന്റോ, കാലിഫോർണിയയിൽ നിന്നാണ്. ഫോമയുടെ 2024-26 കാലഘട്ടത്തിലേക്ക് ടീം യുണൈറ്റഡ്, ബേബി മണക്കുന്നിൽ നയിക്കുന്ന ടീം യുണൈറ്റഡിൻ്റെ കൂടെ ട്രഷറായിട്ടാണ് മത്സരിക്കുന്നത്. ട്രഷറായിട്ട് മത്സരിക്കുമ്പോൾ എൻ്റെ ഈ അക്കൗണ്ടിങ്ങിലുള്ള എക്സ്പീരിയൻസും ഈ 501(c)(3 കോർപ്പറേഷനിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള പരിചയം എല്ലാം വെച്ച് ഫോമ എന്ന പ്രസ്ഥാനം 501(c)(3 കോർപ്പറേഷനാണ്. എല്ലാ ദിവസവും ഈ നമ്മൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയിലെ നമ്പർ 1 ഒരു ഓർഗനൈസേഷനാണ് ഫോമ. ഞങ്ങൾ 6 പേരെന്ന് പറഞ്ഞതിൻ്റെ 6 പേരും അമേരിക്കയിൽ തന്നെ ശക്തമായ 6 സംഘടനകളുടെ പ്രസിഡൻ്റായിട്ട് പദവി അലങ്കരിച്ചുകൊണ്ട് നല്ല രീതിയിൽ നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ എക്സിക്യൂട്ടീവ് പൊസിഷനിലേക്ക് മത്സരിക്കുന്നത്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ ഉറച്ചു വിശ്വസിക്കാം. ഫോമയുടെ ഭാവി ഞങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കും. ഞങ്ങളെ 6 പേരെയും വോട്ട് തന്ന് ഈ ടീം യുണൈറ്റഡിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷാലു പുന്നൂസ്. ഞാൻ ഫോമ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ബേബി മണക്കുന്നിലെ പാനൽ. ഞാൻ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രീറ്റർ ഫിലഡൽഫിയ മാപ്പിലൂടെയാണ് ഫോമയിലേക്ക് കടന്നു വന്നത്. എന്നെപ്പറ്റി അറിയാവുന്ന എല്ലാവർക്കും അറിയാം. നിസ്വാർത്ഥമായ സേവനം,
മലയാളി സമൂഹത്തിനും ഫോമയ്ക്കും അന്നും എന്നും എന്നും കാഴ്ചവെക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഫോമയിലും തുടർന്ന് ഫോമ എത്തിയിരിക്കുന്നിടത്ത് മറ്റൊരു തലത്തിലേക്ക് ഫോമയെ മാറ്റുവാൻ ഞങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിന് സാധിക്കും. അതിനുവേണ്ടിയാണ് ബേബി മണക്കുന്നേലിന്റെ പാനലിൽ ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് വളരെ ശക്തമായിട്ടുള്ള ടീമാണ്. ഈ ടീമിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഫോമയെ വളർത്തുവാനും ഫോമയ്ക്ക് സുതാര്യമായ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കും. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ടീമിനെ വോട്ട് ചെയ്ത് ഒന്നടങ്കം വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പോൾ പി ജോസ് എന്നാണ്. ഞാൻ ടീം യുണൈറ്റഡിൻ്റെ പേരിൽ ഫോമയിലേക്ക് ഈ പ്രാവശ്യം ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ശ്രീ ബേബി മണക്കുന്നിൻ്റെ പാനലിൽ മത്സരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ന്യൂയോർക്ക് മെട്രോ റീജിയൻ്റെ RVP ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. കേരള സമാജ് ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിൻ്റെ 50ാമത്തെ പ്രസിഡൻ്റായിട്ട് എനിക്ക് സേവനം അനുഷ്ഠിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ വൈസ് മെൻസിൻ്റെ ട്രഷററായിട്ടും ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടും ഇപ്പോൾ ചെയർമാനായിട്ടും അതുപോലെ തന്നെ നോർത്ത് ഹെംസ്റ്റഡ് മലയാളി അസോസിയേഷൻ്റെ ട്രഷററായിട്ടും ഒക്കെയും സേവനം അനുഷ്ഠിക്കുമ്പോഴാണ് ഫോമയുടെ നേതാക്കന്മാർ എന്നെ നാഷണൽ ലെവലിലേക്ക് ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചത്. ഞാനിപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. പേര് അനുപമ കൃഷ്ണൻ. ഞാൻ ക്ലീവ്ലൻഡ് ഒഹായോയിൽ നിന്നാണ്. നമ്മുടെ വിമൻസ് ഫോറത്തിൻ്റെ ഇൻഡിവിജ്വലായിട്ട് എല്ലാ ഓർഗനൈസേഷൻസും റീജിയണലായിട്ടുള്ള ഓർഗനൈസേഷൻസ് വിമൻ എംപവർമെൻറ്റ് ആൻഡ് ഇൻക്ലൂസിവിറ്റിയുടെ ആ ഒരു ഭാഗമായിട്ട് നമുക്ക് കുറേ ഏറെ പ്രോഗ്രാംസ് നടത്താൻ പറ്റും. പിന്നെ വിമൻസ് എംപവർമെൻറ്റ് ആൻഡ് അതേപോലെ യൂത്തിനും കൂടെ നമുക്ക് കുറേ പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റും എന്നുള്ള നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളെല്ലാവരെയും വോട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ജോയിൻറ്റ് ട്രഷററിൻ്റെ കാൻഡിഡേറ്റിനും ഈ ഹോൾ ടീമിനെ നിങ്ങളെ വിജയിപ്പിക്കണം. ടീം യുണൈറ്റഡ് ഈ ഫോമ തുടങ്ങിയതിന് ശേഷം അതിൻ്റെ ആദ്യകാല പ്രവർത്തകരാണ് നിങ്ങളെല്ലാം. നിങ്ങളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. പ്രസിഡന്റ് അടക്കം അതിൻ്റെ ആദ്യത്തെ കൺവെൻഷൻ ചെയർമാനായിരുന്നു ബേബി മണക്കുന്നേൽ. പുള്ളിയുടെ കീഴിലുള്ള നിങ്ങളുടെ ടീമിന് ആദ്യം തന്നെ എല്ലാ വിജയാശംസകളും നേരുന്നു. എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ ടീം യുണൈറ്റഡ് ഫോമ ഇലക്ഷൻ 2024-26 മത്സരിക്കുന്ന ടീം 26 ഒരു കൺവെൻഷൻ നടത്തുന്നത്. ഈ ഹൂസ്റ്റണിലെ കൺവെൻഷന് നിങ്ങൾ ഒരു മത്സരിക്കുന്ന ടീം എന്നുള്ളത് നിങ്ങളൊരു പ്രകടന പത്രിക, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? 2008 ഹൂസ്റ്റണിൽ നമ്മൾ ആദ്യത്തെ കൺവെൻഷൻ നടത്തി. ആ കൺവെൻഷൻ നടത്തിയ എല്ലാവരും തന്നെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഒരിക്കൽ കൂടി ഒരു കുടക്കീഴിൽ നമ്മുടെ കൺവെൻഷനും അതുപോലെ തന്നെ താമസ സൗകര്യവും എല്ലാം ഒരിക്കൽ കൂടി ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തയ്യാറാണ്. 24-26 ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ മലയാളികളുടെ ഇടയിൽ നമ്മുടെ മലയാളികൾക്ക് വേണ്ടി ഒരു റിട്ടയർമെൻറ്റ് പ്രോജക്റ്റ് വന്നിട്ടില്ല. ഒരു റിട്ടയർമെൻറ്റ് പ്രോജക്റ്റുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാ ഫോമ റീജിയനെയും ബന്ധപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരു ഗ്രൂപ്പില്ലാതെ എല്ലാവരെയും ഒത്തൊരുമിച്ച് ഞങ്ങൾ ഈ രണ്ട് വർഷക്കാലം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. പ്രസിഡന്റ് സ്ഥാനാർത്ഥി ശ്രീ ബേബി മണക്കുന്നേൽ ഫോമയുടെ വളർച്ചയെ അതിനാക്കം കൂട്ടുന്ന പല തീരുമാനങ്ങൾ അവർ ജയിച്ചാൽ നിങ്ങൾ എടുക്കുമെന്ന് ഇവിടെ പറയുകയുണ്ടായി. ഇപ്പോൾ അതുമാത്രം നിങ്ങളുടെ പേരിൽ ടീം യുണൈറ്റഡ് എന്നാണ് എഴുതിയത്. നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാലും ആ യൂണിറ്റി കീപ്പ് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഫോമ ഒരു വലിയ ഫ്ലാറ്റുമാണ്, വലിയൊരു സംഘടനയാണ്. അതിൻ്റെ സംസ്കൃതിക്ക് ദോഷം വരുന്ന ഒരു പ്രവർത്തനവും നിങ്ങൾ ടീമും ജയിച്ചു വന്നാൽ അതിൽ ഉണ്ടാവില്ല. നിങ്ങൾ എല്ലാവരും ജയിച്ചില്ലേ ഇനി അമ്മക്കറിയിൽ ആരൊക്കെ ജയിക്കുമെന്ന് സ്റ്റേജ് വന്നാലും നിങ്ങൾ ജയിക്കുന്നവർ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്നാണ് ഇന്ത്യ പ്രസ് ക്ലബിന് പറയാനുള്ളത്. കാരണം പലപ്പോഴും പല സംഘടന നമ്മുടെ ഫോമയ്ക്ക് ദോഷം ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ത്യ പ്രസ് ക്ലബിന് അറിയാം. നിങ്ങൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും
പ്രത്യേകിച്ച് പറയാനുണ്ടോ? കാരണം ഫോമ എന്ന സംഘടനയെ സംബന്ധിച്ച് എക്സിക്യൂട്ടീവിലേക്കാണ് ഞങ്ങൾ വരുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെ നോക്കിയാണ് ഇതിലെ സംഘടനയിലെ മറ്റു ഭാരവാഹികളും അതുപോലെ തന്നെ റീജിയണൽ അസോസിയേഷനുകളും എല്ലാം നിൽക്കുന്നത്. കാരണം റീജിയണൽ അസോസിയേഷനിലാണെങ്കിലും പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് മറ്റ് സംഘടനകളുടെ, അതായത് നമ്മുടെ കീഴിലുള്ള സംഘടനകളെ എങ്ങനെ നമുക്ക് അവർക്കൊരു ഇഷ്യൂ വന്നിട്ടുണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ പൂർണ്ണ ഐക്യത്തോടുകൂടിയാണ്, ഞങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും. ഞങ്ങൾക്ക് 6 പേർക്കും ഞങ്ങൾക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങൾ കയറി വന്ന എല്ലാവരും ഞങ്ങൾ പല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 6 ശക്തമായ സംഘടനകളുടെ പ്രസിഡന്റ് ആയിരുന്നവരാണ് ഞങ്ങൾ. ആദ്യമായിട്ട് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ നാഷണൽ ഭാരവാഹികൾക്കും അതിൻ്റെ സ്ഥാപക നേതാക്കന്മാരുൾപ്പെടെയുള്ള ന്യൂയോർക്ക് ചാപ്റ്ററിനും പ്രത്യേകിച്ച് ടീം യുണൈറ്റഡിൻ്റെ അതിൻ്റെ സാരഥി ബേബി മണക്കുന്നേലിൻ്റെ പേരിലുമുള്ള നന്ദി ടീം യുണൈറ്റഡ്, ഫോമ ടീം യുണൈറ്റഡ് അർപ്പിക്കുന്നു. താങ്ക് യു എവ്രി വൺ ഫോർ കമ്മിങ് ആൻഡ് സപ്പോർട്ടിങ് അസ്. പ്രത്യേകിച്ച് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഫോമയുടെ സ്ഥാപക കാലം മുതൽ ഫോമയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പുതിയ ഭാരവാഹികൾക്കും ടീം യുണൈറ്റഡിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അർപ്പിക്കും. ഫോമയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനായിട്ട് മുൻപോട്ട് വരുന്ന ഓരോ ടീമും അവരുടെ കാര്യങ്ങളൊക്കെയും ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞു. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായ ആ ഒരു ഉത്തരവാദിത്തമാണ് പ്രസ് ക്ലബിനുള്ളത്. തീർച്ചയായിട്ടും അത് മറുപടിയായിട്ട് ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും. ഈ അവസരത്തിൽ ഈ ടീമിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ബേബി മണക്കുന്നതിനോടും അതുപോലെ തന്നെ സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്ന ബൈജു വർഗീസ്, സിജിൽ പാലക്കലോടി, അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഷാലു, പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്ന പോൾ പി ജോസ്, അതുപോലെ തന്നെ വനിതാ രത്നമായിട്ട് നമുക്കിവിടെ കടന്നു വന്നിരിക്കുന്ന അനുപമ കൃഷ്ണൻ, നിങ്ങളോടുള്ളതായ സ്നേഹവും കടപ്പാടും ഞങ്ങൾ അറിയിക്കുന്നു.